അപ്പോൾ ഇന്ന് കഴിഞ്ഞ ദിവസമാണ് സ്റ്റാർമർ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി സ്റ്റാർമർ ഇന്ത്യയിലെത്തിയത്. വലിയ ഊഷ്മളമായ സ്വീകരണം അദ്ദേഹത്തിന് രാജ്യം നൽകി. മുംബൈയിലാണ് അദ്ദേഹം എത്തിയത്. ഇപ്പോൾ മഹാരാഷ്ട്രയിലെ രാജ്ഭവനിൽ ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി സ്റ്റാർമർ കൂടിക്കാഴ്ച നടത്തി. 2024 ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായി സ്ഥാനമേറ്റതിനു ശേഷമുള്ള കെയ്ൻ സ്റ്റാർമറിന്റെ ആദ്യ ഇന്ത്യ സന്ദർശനമാണ് ഇത്. ബ്രിട്ടീഷ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തിയതിന്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. മുംബൈ രാജ്ഭവനിലായിരുന്നു ഈ കൂടിക്കാഴ്ച നടന്നത്. ജൂലൈയിൽ ഇന്ത്യ UK സമഗ്ര സാമ്പത്തിക വ്യാപാര കരാറിൽ ഒപ്പിട്ടതിന് ശേഷമാണ് സ്റ്റാർമറിന്റെ ഇന്ത്യ സന്ദർശനം എന്നത് വളരെ ശ്രദ്ധേയമാണ്. കാരണം ഇന്ത്യ വലിയ പ്രതീക്ഷയോടുകൂടി കാണുന്നതാണ് ഈ കരാർ. ഇന്ത്യ UK ബന്ധത്തിൽ പുതിയ ഊർജ്ജം പ്രതിഫലിക്കുന്നതാണ് സ്റ്റാർമറുടെ സന്ദർശനമെന്നാണ് പ്രധാനമന്ത്രി ഇതിനുശേഷം ഈ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം സംയുക്ത വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത്. ഇന്ത്യ പസഫിക്, പശ്ചിമേഷ്യ, യൂറോപ്പ് എന്നിവിടങ്ങളിലെ നിർണായക പ്രാദേശിക വിഷയങ്ങൾ ഉൾപ്പെടെയുള്ളവ ചർച്ച ചെയ്തു എന്ന് പ്രധാനമന്ത്രി പറയുന്നു. വിദ്യാഭ്യാസ മേഖലയിലാണ് ഏറ്റവും ശക്തമായ ഊന്നൽ ഉണ്ടായിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട് 9 UKയിലെ 9 സർവകലാശാലകൾ ഇന്ത്യയിൽ ക്യാമ്പസുകൾ ആരംഭിക്കാനുള്ള തീരുമാനമെടുത്തത് പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടുന്നു. സതാംപ്ടൺ സർവകലാശാലയുടെ ഗുരുഗ്രാമിലെ ക്യാമ്പസ് ഇതിനകം പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞ കാര്യം അദ്ദേഹം സൂചിപ്പിക്കുന്നു. എന്തായാലും ഊഷ്മളമായ ബന്ധത്തിന്റെ സന്ദേശമാണ് ഇന്നത്തെ കൂടിക്കാഴ്ചയിൽ നൽകിയത്. പ്രധാനമന്ത്രി ആ കൂടിക്കാഴ്ചയെക്കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ കേൾക്കാം. इंडिया UK टेक्नोलॉजी सिक्योरिटी इनिशिएटिव लॉन्च किया. इसके तहत हमने क्रिटिकल एंड इमर्जिंग टेक्नोलॉजीज में ज्वाइंट रिसर्च और इनोवेशन के लिए एक मजबूत मंच तैयार किया. आज प्रधानमंत्री स्टार्मर के साथ 2028 ലോകത്തിലെ ഏറ്റവും വലിയ മൂന്നാമത്തെ സാമ്പത്തിക ശക്തിയാകാൻ പോകുന്ന ഇന്ത്യയുമായുള്ള വ്യാപാരം എളുപ്പമാകുമെന്ന പ്രത്യാശ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ഇതിനുശേഷം പങ്കുവച്ചു. ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയും വലിയ സന്തോഷമാണ് ഈ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം പ്രകടിപ്പിച്ചത്. അദ്ദേഹത്തിന്റെ കൂടി വാക്കുകൾ കേൾക്കാം. Slashing tariffs, increasing access to each other's markets to drive growth and create jobs. പ്രധാനമന്ത്രിക്ക് നന്ദി പറഞ്ഞുകൊണ്ടാണ് സ്റ്റാർമർ സംസാരിച്ചു തുടങ്ങിയത്. ഉഭയകക്ഷി വ്യാപാര കരാറിനെ ഊട്ടിയുറപ്പിക്കാനുള്ളതാണ് തന്റെ ഇന്ത്യ സന്ദർശനം എന്ന് സ്റ്റാർമർ ആവർത്തിച്ച് പറയുന്നുണ്ടായിരുന്നു. പ്രധാനമന്ത്രിക്ക് നന്ദി പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം തന്റെ സംസാരം ആരംഭിച്ചത്. സാമ്പത്തിക രംഗത്തെ ഇന്ത്യയുടെ വളർച്ച അത്ഭുതകരമാണ് എന്ന് പറയാനും ഇന്ത്യയെ പ്രശംസിക്കാനും അദ്ദേഹം തയ്യാറായി. 2028 ഇന്ത്യ വലിയ സാമ്പത്തിക ശക്തിയായി മാറും എന്ന കാര്യം അദ്ദേഹം ഊട്ടിയുറപ്പിക്കുകയും കൂടി ചെയ്തു. ആ വളർച്ചയിൽ പങ്കാളിയാകാൻ സാധിച്ചതിൽ ബ്രിട്ടന് സന്തോഷമുണ്ട് എന്നതാണ് സ്റ്റാർമർ പറഞ്ഞത്. എന്തായാലും ഈ ദൃശ്യങ്ങൾ, ഈ സന്ദേശം നോക്കൂ. ജൂലൈയിൽ കരാർ ഒപ്പിട്ടതിന് ശേഷം അതിന്റെ പ്രവർത്തനങ്ങൾ വേഗത്തിലാക്കുക കൂടി ലക്ഷ്യമിട്ടുകൊണ്ടാണ് ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയുടെ സന്ദർശനം. അത് അദ്ദേഹം തന്നെ പറയുന്നു. ഇന്ത്യ എന്ന സാമ്പത്തിക ശക്തിയെ അദ്ദേഹം അംഗീകരിക്കുന്നു. ആ വിധത്തിൽ ഇന്ത്യയുമായി പങ്കാളിയാകാൻ കഴിഞ്ഞതിലുള്ള സന്തോഷം കൂടി പങ്കുവെക്കുമ്പോൾ വ്യാപാര കരാറിന്റെ കാര്യം ഊന്നി പറയുമ്പോൾ എത്രമാത്രം പ്രാധാന്യം ഇന്ത്യയുമായുള്ള സമഗ്ര വ്യാപാര കരാറിന് ഈ ബ്രിട്ടൻ കൽപ്പിക്കുന്നു എന്നത് നമ്മൾ കാണണം. ഇന്ത്യയെ സംബന്ധിച്ച് അമേരിക്കയ്ക്കുള്ള ഒരു മറുപടി കൂടിയായിരുന്നു ആ വ്യാപാര കരാർ. അമേരിക്ക ഇതുവരെയും കരാറിന്റെ കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനത്തിലേക്ക് എത്തിയിട്ടില്ല. മാത്രവുമല്ല വലിയ താരിഫ് ഇന്ത്യക്ക് മുകളിൽ ചുമത്തിയിരിക്കുന്ന സാഹചര്യം. അപ്പോൾ ഈ ഊഷ്മളമായ സൗഹൃദം മാത്രവുമല്ല കരാർ യാഥാർത്ഥ്യത്തിലേക്ക് അടുക്കുന്നതിന് ഇരു രാഷ്ട്രങ്ങളും പ്രതിജ്ഞാബദ്ധമാണ് എന്ന സന്ദേശം പുറത്തേക്ക് വരുന്നത് ട്രംപിനുള്ള ഒരു മറുപടി കൂടിയാണ്. ഇന്ത്യ ഒരു വലിയ പ്രധാനപ്പെട്ട സാമ്പത്തിക ശക്തിയാണ് എന്ന കാര്യം അത് ലോകത്തോട് നൽകുന്ന സന്ദേശമാണ് ഇരു രാഷ്ട്ര തലവന്മാരുടെയും കൂടിക്കാഴ്ചയും അവരുടെ പ്രതികരണങ്ങളും സൂചിപ്പിക്കുന്നത്. അമേരിക്കയ്ക്ക് ഇന്ത്യയുടെ മേൽ തീരുവ ഏർപ്പെടുത്തി ഇന്ത്യയെ വരുതിക്ക് വരുത്താൻ കഴിയേയില്ല. മാത്രവുമല്ല ഇന്ത്യയുടെ താല്പര്യങ്ങൾ കൂടി സംരക്ഷിച്ചുകൊണ്ടുള്ള ഒരു കരാറിലേക്ക് അമേരിക്ക എത്തേണ്ടതുണ്ട് എന്ന ഒരു സാഹചര്യം ബോധ്യപ്പെടുത്താൻ കൂടി ഈ അവസരങ്ങൾ പ്രയോജനപ്പെടും, ഉപകാരപ്പെടുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. എന്തായാലും കാത്തിരിക്കാം. ഇന്ത്യ ആരെയും പിണക്കുന്നില്ല. ഇന്ത്യയുടെ താല്പര്യങ്ങൾ സംരക്ഷിച്ചുകൊണ്ടുള്ള കരാറിലേക്ക് കാര്യങ്ങൾ എത്തിക്കാനുള്ള നടപടികളും നിലപാടുകളുമാണ് ഇന്ത്യ ഈ വിഷയത്തിൽ സ്വീകരിക്കുന്നത്.